മോശയുടെ കൂടെ 600,000 ജനമുണ്ട്. പക്ഷെ മോശയ്ക്ക് അത് പോരാ. 600,000 എന്ന് പറഞ്ഞാൽ 6 ലക്ഷം. പക്ഷെ 6 ലക്ഷമല്ല, ഏതാണ്ട് 30 ചിലവാനും 40 ലക്ഷത്തിനടുത്തുള്ള ജനമുണ്ടായിരുന്നു എന്നാണ് വേദ പണ്ഡിതന്മാർ പറയുന്നത്. കാരണം യുദ്ധസന്നദ്ധരായ ആണുങ്ങൾ മാത്രമായിരുന്നു ഈ 6 ലക്ഷം. ബാക്കി കുഞ്ഞുങ്ങളുണ്ട്, സ്ത്രീകളുണ്ട്, പ്രായമായവരുണ്ട്. അങ്ങനെ എല്ലാവരും ചേർന്ന് വലിയൊരു കൂട്ടമുണ്ടായിരുന്നു. പക്ഷെ മോശ പറഞ്ഞു, കർത്താവേ, 40 ലക്ഷം ജനം എന്റെ കൂടെ ഉണ്ടായിരുന്നിട്ട് എനിക്ക് കാര്യമില്ല. അതിനകത്ത് ലീഡേഴ്സ് ഉണ്ടാകും, അതിനകത്ത് മോശയെ സഹായിക്കുന്നവരുണ്ടാകും, പല ജീവിത നിലവാരത്തിലുള്ള അനേകായിരങ്ങൾ മോശയുടെ കൂടെ ഉണ്ടായിരുന്നിരിക്കാം. പക്ഷെ മോശ പറഞ്ഞു, അങ്ങയുടെ സാന്നിധ്യം എന്റെ കൂടെ വരണം. കർത്താവേ, അവിടുത്തെ സാന്നിധ്യം എന്നോട് കൂടെ വരുന്നില്ലെങ്കിൽ എന്നെ അയക്കരുതേ എന്ന് മോശ പ്രാർത്ഥിച്ചു. എന്തുകൊണ്ടാണ് മോശ അങ്ങനെ പ്രാർത്ഥിക്കാൻ കാരണം? ആരുടെ സാന്നിധ്യത്തെക്കാളും സാമീപ്യത്തെക്കാളും ദൈവ സാന്നിധ്യത്തിന് വില കൊടുത്തു മോശ. അതുകൊണ്ടാണ് മോശ പ്രാർത്ഥിച്ചത്, അവിടുത്തെ സാന്നിധ്യം ഞങ്ങളോടുകൂടെ പോരുന്നില്ലെങ്കിൽ ഞങ്ങളെ അയക്കേണ്ട കർത്താവേ, എനിക്ക് പോകണ്ട. നിങ്ങൾക്ക് അങ്ങനെ പറയാൻ പറ്റുമോ? കർത്താവേ, എന്നോടുകൂടി അവിടുന്ന് പോരുന്നില്ല എങ്കിൽ ഞാൻ ഒരു കാര്യത്തിനും പോകുന്നില്ല. ഒരു കാര്യത്തിലും, ആത്മീയമാകട്ടെ, ഭൗതികമാകട്ടെ, ഒരു ബിസിനസ്സിലാകട്ടെ, കുടുംബ ജീവിതത്തിലേക്കാകട്ടെ, ഒരു പുതിയ ജോലിക്കാകട്ടെ, ഒരു പുതിയ സ്ഥാപനം തുടങ്ങുന്നതിലാകട്ടെ, ഒരു പുതിയ സംരംഭത്തിലേക്ക് ഇറങ്ങുന്നതാകട്ടെ, ഏതുമാകട്ടെ, എൻ്റെ കർത്താവ് കൂടെ വരുന്നില്ലെങ്കിൽ ഞാൻ പോകുന്നില്ല. അങ്ങനെ നിർബന്ധിച്ചാൽ കർത്താവ് വരും പ്രിയരെ, തീർച്ചയായും വരും. മനുഷ്യന്റെ നിർബന്ധത്തിന് മുമ്പിൽ വഴങ്ങുന്നവനാണ് ജീവുള്ള ദൈവം.